ഹായ് ഹലോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി കല്യാണത്തിന് പോകാനുള്ള ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ കല്യാണം ഒരുക്കം? എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സിമ്പിളായിട്ട്, എനിക്ക് വലിയ ഒരുക്കങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ വെച്ച് ഞങ്ങളിങ്ങനെ റോഡിലേക്ക് ഇറങ്ങി ഇതിൻ്റെ ഒരു ആട്ടോ വിളിച്ച് വേണം ഇനി കല്യാണ മണ്ഡപത്തിന് അങ്ങോട്ട് പോകാൻ. അങ്ങനെ നിന്നപ്പോൾ നമുക്കൊരു ആട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ ആട്ടോയിൽ കയറി. ഇനി ഇവിടുന്ന് ഞങ്ങൾ പിന്നെ കല്യാണ മണ്ഡപത്തിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും കയറാൻ പറ്റി. ഇവിടെ പിന്നെ എന്ന് വെച്ചാൽ വലിയ ആട്ടോ ആയതുകൊണ്ട് 4 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാം കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ആട്ടോയിൽ കയറി. അങ്ങനെ പോകുന്ന വഴിക്ക് എന്നാൽ ഇച്ചിരി മുല്ലപ്പൂ വെക്കണമെന്നൊരു ആശ. അങ്ങനെ ഞങ്ങൾ അവിടെ സൈഡിലൊരു കടയുടെ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞ് അങ്ങനെ അവിടെ നിർത്തി. അങ്ങനെ ഞങ്ങളിവിടെ ഈ ഫ്രൂട്ട്സ് കടയിൽ വന്നപ്പോൾ ഇവിടെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ ശരി എന്നാൽ ഇവിടുന്ന് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മുല്ലപ്പൂ ഒക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങളിവിടെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ വന്നു. അപ്പോൾ എന്നാൽ ശരി ആ മുല്ലപ്പൂ ഒന്ന് വെച്ചിട്ട് അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അന്നെന്നുണ്ടെങ്കിൽ ആ മുല്ലപ്പൂ ഒക്കെ ഒന്ന് തലയിൽ ചൂടിയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് മുല്ലപ്പൂ ഒക്കെ ചൂടിയപ്പം ഭംഗിയുണ്ട്? ഞാനങ്ങനെ മുല്ലപ്പൂ ഒക്കെ ചൂടിൽ കുറവാണ്. അപ്പോൾ ഇവരെല്ലാവരും മുല്ലപ്പൂ ഒക്കെ മേടിച്ചപ്പോൾ ഞാനും എൻ്റെ കൂടെ ഇത് ചെയ്താണ്. ഇനി നമുക്ക് എന്താ പറയുക ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് പോകണം. അപ്പം ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളും വന്നു ഇങ്ങനെ നിൽക്കുന്നു. അപ്പം പിന്നെ ചെക്കനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര് വന്നിട്ട് അയോധ്യ ഓഡിറ്റോറിയം എന്നാണ്. വണ്ടികളും എല്ലാം വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇനി അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചെക്കനെയൊക്കെ വരവേറ്റ് അകത്തേക്ക് പോയി കഴിഞ്ഞു. അതിൻ്റെ പുറകെ കൂടെ നമ്മളും അങ്ങ് അകത്തേക്ക് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് എത്തുന്നുണ്ട്. ഇവിടെ കുറച്ചൊരു റഷ് ആൾക്കാരിൽ നിന്ന് ഒന്ന് നീങ്ങുന്നതിനനുസരിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ആൾക്കാരൊക്കെ മണ്ഡപത്തിനകത്ത് കയറി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിനകത്ത് വന്നു. അപ്പോൾ ഒരുവിധം എല്ലാം ഫില്ലായി കേട്ടോ. പിന്നെ ഓഡിറ്റോറിയം നിറയെ ആളായി. പിന്നെ അവിടെ എവിടെയൊക്കെ കുറച്ച് ചെയറുകളൊക്കെ ഉള്ളൂ ബാക്കി. പക്ഷേങ്കിൽ നിറയെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചടങ്ങ് തുടങ്ങുമായിരിക്കും.
കല്യാണം കഴിഞ്ഞ് എന്നാൽ ചെറുക്കനെയും പെണ്ണിനെയൊക്കെ ഒന്ന് വിഷ് ചെയ്ത് ഏമിച്ചും പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ക്യൂ നിന്ന് അവസാനം ക്യൂ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി അങ്ങനെ ചെക്കനെയും പെണ്ണിനെയൊക്കെ വിഷ് ചെയ്തു. അപ്പം പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിനെയും കൂടെ അവളെയും കൂടെ കൂടെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അവളെയും കൂടെ വിളിച്ചു കേട്ടോ. അങ്ങനെ അവൾ ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. പറഞ്ഞില്ലേ, ഇതൊരു പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. ആക്ച്വലി ഞാൻ ഈ കല്യാണത്തിന് വരാൻ പറ്റുമെന്നുള്ളൊരു 1% പോലും ഉറപ്പില്ലാതെ പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ വന്നാൽ കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ പോകണം എന്താണെന്നുള്ളൊരു ദൈവനിശ്ചയം ഉണ്ടല്ലേ, ആ ദൈവഹിതം പോലെ എന്ത് കാര്യം നടക്കത്തുള്ളൂ. ഞാൻ ഈ കല്യാണത്തിന് വരണം എന്നുള്ളത് ദൈവനിയോഗമായിരുന്നു. അങ്ങനെ എന്തായാലും വരാൻ സാധിച്ചു. ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ട് പിന്നെ പോകുന്ന കാര്യം ക്യാൻസൽ ആയില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പം ഇവിടെ സദ്യയാണ്. അപ്പം ഇലയിട്ടു. അപ്പോൾ ഞാൻ ഇലയൊക്കെ വെള്ളം കൊണ്ട് ഒന്ന് കഴുകി ഒന്ന് തുടച്ച് അപ്പോഴത്തേനും ഭക്ഷണമെല്ലാം വിളമ്പി. തോരന്, സലാഡ്, പച്ചടി, അതുപോലെ എന്നാണെന്നുണ്ടെങ്കിൽ ചിപ്സ്, പിന്നെ എന്താ പറയുക ശർക്കര വരട്ടി, അവിയൽ, എല്ലാ സംഭവങ്ങളും സദ്യക്കുള്ള എല്ലാം ഉണ്ട്. ഞാൻ കുറച്ച് കഴിക്കാത്ത സംഭവങ്ങൾ ഇതിനകത്ത് വിളമ്പുന്നുണ്ട്. നമ്മളുടെ സൈഡിലോട്ട് സദ്യക്കില്ലാത്ത ചില സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചതുകൊണ്ട് കണ്ണൂർ സ്റ്റൈലിൻ്റെ ഫുഡും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കല്യാണ രീതികൾ, ഇവിടുത്തെ കല്യാണവും നമ്മളുടെ ആ സൈഡിലത്തെ കല്യാണവും ഇവിടുത്തെ ഇതും തമ്മിൽ കുറേ ചടങ്ങ് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതും എൻ്റെ കൂട്ടുകാർക്ക് കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് സദ്യക്കുള്ള വിഭവങ്ങൾ. അപ്പം ലാസ്റ്റിൽ പിന്നെ പായസം, 2 തരം പായസമുണ്ട്, അടപ്രഥമനും അതുപോലെ തന്നെ പാലടയും. അപ്പോൾ അത് രണ്ടും ഉണ്ട്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ വിളമ്പി കഴിഞ്ഞ് ഞങ്ങളൊന്ന് സദ്യ കഴിച്ചിട്ട് ഇനി തിരിച്ചു പോകണം. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോയി റിഫ്രഷ് ആയിട്ട് തിരിച്ച് ഞങ്ങൾക്ക് അങ്ങ് ബാംഗ്ലൂരിന് വരണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ, കല്യാണ വിശേഷം കണ്ടില്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ സാധിച്ചു, എനിക്ക് സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ, സി യു.